ഗ്രാനുലാരിറ്റി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഗ്രാനുലാരിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഏജിനെ ഷേപ്പിലോട്ട് ഡ്രാഗ് ചെയ്തിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഷേപ്പ് ഇവിടെയാണ്. ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം ഗ്രാഫുകളും ചാർട്ടുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതില് ഷേപ്പ് സെലക്ട് ചെയ്യും. അപ്പൊ ഇവിടെയും ഓട്ടോമാറ്റിക്കലി മാറുന്നത് കാണാൻ പറ്റും. ദെൻ ഏജിനെ ഈ ഷേപ്പിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. അപ്പം നമുക്ക് ഓരോ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഓരോ ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ കണ്ടോ, 16 to 19 ഇയേഴ്സ് വരെ ഒരു ഷേപ്പില്, 20 to 24 ഇയേഴ്സ് വരെ ഒരു ഷേപ്പില്, അങ്ങനെ ഓരോ ഏജ് കാറ്റഗറിയിലുള്ളവര് ഓരോ ഷേപ്പ് ഇട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ലെവൽ ഓഫ് ഡീറ്റെയിൽ ആണ്. അപ്പം ഇപ്പൊ നമ്മൾ ഏജിനെ ഷേപ്പിലേക്കാണ് ഡ്രാഗ് ചെയ്തിട്ടത്. നെക്സ്റ്റ് ഈ ഏജിനെ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഏജിനെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഓക്കെ കൊടുക്കാം. ദെൻ ഈ ഒരു ആരോയില് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഫിൽറ്റർ കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഏജ് കാറ്റഗറി ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കാണാൻ പറ്റും. ഇപ്പൊ 20 to 24 ഇയേഴ്സ് വരെയുള്ള ജെൻഡറിന്റെ മാത്രം ഡാറ്റ, അല്ലെങ്കിൽ എന്താ 20 to 34 വരെയുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഫിൽറ്റർ ചെയ്ത് കാണാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹൗ ടു ഹൈലൈറ്റ് പെർട്ടിക്കുലർ ജെൻഡർ. അപ്പം ഒരു ജെൻഡറിനെ മാത്രം എങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന എന്ന് നോക്കുന്നത്. അപ്പം ഇവിടെ ജെൻഡർ കാണാം. ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹൈലൈറ്റ് സെലക്ടഡ് ഐറ്റംസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ദെൻ മെൻ മാത്രം ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ മെൻ സെലക്ട് ചെയ്യുമ്പോൾ മെൻ മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. മറ്റേത് കുറച്ച് ഇത് കുറഞ്ഞിരിക്കായിരിക്കും, ഷെയ്ഡ് കുറഞ്ഞിരിക്കുന്നതായിട്ടും കാണാൻ പറ്റും വിമന്റെ. അപ്പം വിമന്റെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പൊ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതിപ്പം നമുക്ക് ഫിൽറ്ററിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 16 to 19 ഇയേഴ്സ് വരെയുള്ള മെന്നിന്റെ മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. കണ്ടോ, അപ്പൊ ഫിൽറ്റർ ഓപ്ഷനിലും ഈ ഹൈലൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും.